ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക് ഫയൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ആഴ്ച അതായത് ഇപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾ കാണുന്ന ദിവസം നമ്മുടെ കലണ്ടർ പ്രകാരം ഈദ് ഉൽ ഫിത്തർ ആണ് ആയിരിക്കുക. ഓക്കെ. അതുപോലെ തന്നെ നെക്സ്റ്റ് ഫ്രൈഡേ ശ്രീരാമനവമിയാണ്. അപ്പം അങ്ങനെ ഔസ്പീഷ്യസ് ആയിട്ടുള്ള 2 ദിവസങ്ങൾ ഇങ്ങനെ ഒരു ആഴ്ചയുടെ ഗ്യാപ്പിൽ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു 2 ഔസ്പീഷ്യസ് ആയിട്ടുള്ള ഇവന്റ്സുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള എനർജറ്റിക്കൽ ഷിഫ്റ്റ്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഓവറോൾ എനർജിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ ഈദ് ഉൽ ഫിത്തർ ശ്രീരാമനവമിയുമായി ബന്ധപ്പെട്ടിട്ട്. ഓക്കെ. നമുക്ക് അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ റീഡിങ്ങിൽ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് റീഡിംഗ് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണേ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഒരു ഷിഫ്റ്റ് എന്താണ് സംഭവിക്കുക, എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു ഓവറോൾ എനർജി ഈ ഒരു എസ്പെഷ്യലി ഒരു 1 വീക്ക്. ഓക്കെ. ഈ ഈദ് ഉൽ ഫിത്തർ തുടങ്ങി ശ്രീരാമനവമി വരെയുള്ള സമയം എസ്പെഷ്യലി ആ ഒരു ടൈമിൽ ഓക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എന്നത്തെയും പോലെ 3 ചാംസ് അല്ലെങ്കിൽ 3 പിക്ചേഴ്സ് നിങ്ങൾക്ക് തമ്മിൽ കാണാം. പിന്നെ 3 ഡെക്കുകൾ ഇവിടെയുണ്ട്. ഇതിലേതെങ്കിലും ഒരു മീഡിയം ഉപയോഗിക്കുക. ഇൻറ്റ്യൂറ്റീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുക. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേൾക്കുക. എന്നിട്ട് നിങ്ങളുടെ കറണ്ട് എനർജിയും കറണ്ട് സിറ്റുവേഷനുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും മാത്രം സ്വീകരിക്കാം. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കാണ്. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂറ്റീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ നമസ്കാരം. ഗ്രൂപ്പ് 1. അപ്പൊ നിങ്ങൾ തമ്മിലത്തെ ആദ്യത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ഫയൽ ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പൊ നമുക്ക് നോക്കാം ഈ ശ്രീരാമനവമിയും ഈദ് ഉൽ ഫിത്തറുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ഓവറോൾ എനർജിയിൽ എന്തൊക്കെ ഒരു ഷിഫ്റ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളത് നോക്കാം. ശ്രീരാമനവമി ഈദ് ഉൽ ഫിത്തറുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 1ന് ഉണ്ടാകാൻ സാധ്യതയുള്ള എനർജറ്റിക്കൽ ഷിഫ്റ്റ്. ഓക്കെ. Clarify the King of Wheels. നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് കരിയറിൽ കൂടുതൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകുക. ഓക്കെ. നിങ്ങൾ ഓൾറെഡി ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കരിയറിൽ കുറച്ചും കൂടി ഒരു സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുക, കുറേ കൂടെ സെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യുക. അങ്ങനെ ജോലിയിൽ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ കൊളീഗ്സ് ഒക്കെ കുറേ കൂടെ സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ടീം വർക്കൊക്കെ വളരെ എല്ലാവരും ഈക്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിട്ടും അങ്ങനെ കുറേ കൂടെ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ, കുറേ കൂടെ നിങ്ങൾ ജോലിയിൽ നിങ്ങൾക്ക് ഗ്രൗണ്ടഡ് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാനൊക്കെ സാധിക്കുന്നതായി കാണുന്നു. ഓക്കെ. അതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ ബെനിഫിറ്റ്സ് ലോങ് ടേമിലേക്ക് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് അത്രയും ആ ഒരു ഗ്രൗണ്ടഡ് ആയി ഇരിക്കാനൊക്കെ സാധിക്കുമ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഭാഗത്ത് ചെയ്യേണ്ടത്. ഓക്കെ. കുറെ കൂടി ഡിസിപ്ലിൻ ആയിട്ട് ഇരിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ അതൊക്കെ കൃത്യമായി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്നു പറഞ്ഞല്ലോ, അതൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് ലോങ് ടേമിലേക്ക് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ചേഞ്ച് കണ്ടോ. നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സിനൊക്കെ നിങ്ങളുടെ കരിയറിൽ ആരൊക്കെയാണ് നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സ് എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നു. പിന്നെ നിങ്ങളിപ്പോൾ ജോലി ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ലോങ് ടേം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം ജോബ്, ഓക്കെ, അതിലേക്ക് എത്തുന്നതിന് നിങ്ങൾ എന്തൊക്കെ ആക്ഷൻസ് എടുക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാവുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സ്, നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴുള്ള സോൾ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അഡ്വൈസ് ഒക്കെ തരുന്നത്. അപ്പൊ കുറെ കൂടി ഡിസിപ്ലിൻ ആയിട്ട്, കുറെ കൂടി ഫോക്കസ് ആയിട്ട് ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ഈ ഡ്രീം ജോബിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണുന്നത്. ഓക്കെ. Clarify the King of Wands. ഓക്കെ. ഇനി റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിലേക്കൊക്കെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജനറലി നിങ്ങൾ വളരെ അട്രാക്റ്റീവ് ആയിട്ട് ഇരിക്കുന്ന, നിങ്ങളുടെ എനർജി വളരെ അട്രാക്റ്റീവ് ആകുന്നത് കാണുന്നുണ്ട്. അപ്പൊ ആളുകൾ നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കാൻ സാധ്യത കാണുന്നു. ഓക്കെ. നിങ്ങൾക്ക് ഒരുപാട് കോംപ്ലിമെന്റ്സ് ഒക്കെ കിട്ടാൻ ഒരു സാധ്യതയുണ്ട്. പിന്നെ എസ്പെഷ്യലി ഇപ്പൊ നിങ്ങൾ സിംഗിൾ ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് പോകുമ്പോൾ സിംഗിൾ ആണെങ്കിൽ, അല്ലെങ്കിലും ഓക്കെ, ആളുകൾ നിങ്ങളിലേക്ക് ഒരു റൊമാൻറ്റിക്കലി അട്രാക്റ്റഡ് ആകുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി നമുക്ക് കാണുന്നു. എസ്പെഷ്യലി നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു ക്രഷ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരോടെങ്കിലും നിങ്ങൾക്കൊരു അട്രാക്ഷൻ ഉണ്ട്, ഓക്കെ, ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട് തന്നെ ആയിരിക്കാം, പക്ഷെ അവിടെ റൊമാൻറ്റിക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തിരിച്ചും അവരിൽ നിന്നും അങ്ങനത്തെ ആ ഒരു അട്രാക്ഷൻ ഉണ്ട് എന്ന് കൺഫേം ചെയ്യുന്ന തരത്തിലുള്ള ജെസ്റ്റേഴ്സ്, ഓക്കെ, ആക്ഷൻസ് നിങ്ങൾക്ക് ഈ ഒരു
ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. ജനറലി നിങ്ങൾ വളരെയധികം അട്രാക്റ്റീവ് ആയിരിക്കുമെന്ന് കാണുന്നു. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കോംപ്ലിമെന്റ്സ് ഒക്കെ കിട്ടും. ഇപ്പൊ ഏതെങ്കിലും ഇവന്റ്സിനൊക്കെ പോകുമ്പോൾ ആളുകൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ്, നിങ്ങളുടെ ആ ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ നിങ്ങളും വളരെ കോൺഫിഡന്റ് ആകും. നിങ്ങളുടെ ആ ഒരു ലുക്കിലും നിങ്ങൾക്ക് ആ ഒരു ഇൻസെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, വളരെയധികം റിലാക്സ്ഡ് ആയിരിക്കും. അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ ബാഹ്യരൂപവുമായി ബന്ധപ്പെട്ട്, നിങ്ങൾ എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള ചില ഇൻസെക്യൂരിറ്റി, സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ്, ഇതൊക്കെ ഇല്ലാതെ വളരെ പീസ്ഫുൾ ആയി നിങ്ങൾ ആയിരിക്കുന്നതായി കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ കോൺഫിഡന്റും ആയിരിക്കും. ഓക്കെ, വളരെ സെക്യൂർ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ എനർജി വളരെ മാഗ്നറ്റിക് ആയിരിക്കും. ആ ഒരു നിങ്ങളുടെ എനർജി മാഗ്നറ്റിക് ആണെന്നുള്ളത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുക ഇതുപോലെയാണ്. എവിടെ പോയാലും എല്ലാവരും നിങ്ങളിലേക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിൽ ആളുകളൊക്കെ നിങ്ങളെ വാച്ച് ചെയ്യും. അപ്പൊ ചിലപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ അറ്റൻഷൻ കിട്ടാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഒരു awkwardness ഉണ്ടാവും. നിങ്ങൾ എന്താണാവോ എന്നെ എല്ലാവരും ഇങ്ങനെ നോക്കണേ എന്ന് ചിന്തിക്കാം. അത് നിങ്ങളുടെ എനർജിയിലുള്ള ഷിഫ്റ്റ് ആണ്. വളരെയധികം ഒരു മാഗ്നറ്റിക് എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നതായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല ഈ പറഞ്ഞ പോലെ റൊമാൻറ്റിക് ഇൻട്രസ്റ്റ് ഒക്കെ, സ്യൂട്ടേഴ്സ്, പോസിബിൾ സ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ സ്യൂട്ടേഴ്സ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ഇനി ആരെങ്കിലുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്, എന്തെങ്കിലും ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ, ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഓവർ തിങ്ക് ചെയ്തിട്ട് ഉണ്ടായ ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ തെറ്റിദ്ധരിച്ചതായിരിക്കാം. അങ്ങനത്തെ ഒരു ഇഷ്യൂ അങ്ങനെ കാണുന്നുണ്ട്. അവിടെ രണ്ട് റിസൾട്ടാണ് എനിക്ക് കിട്ടുന്നത്. ഒന്നുകിൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ അവിടെ എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അവിടെ ഒരു റീകൺസിലിയേഷൻ, നിങ്ങളുടെ ഇടയിൽ ആ ഒരു ഇഷ്യൂ ഉണ്ടായത്, അപ്പൊ ഒരു പിണക്കമാക്കിയായിട്ടിരിക്കുകയാണ്, അങ്ങനെ മിണ്ടാതിരിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ അത് സോൾവ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലരുടെ കേസിൽ നിങ്ങൾ ആ ബന്ധം അവിടെ അവസാനിപ്പിച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, കാരണം ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾ തിരിച്ചറിയാണ് യു ഡിസേർവ് സംതിങ് ബെറ്റർ എന്നുള്ളത്. ഓക്കെ, ആ ഒരു റിയലൈസേഷൻ ഉണ്ടാവുന്നതോടുകൂടെ നിങ്ങൾ ആ ഒരു കണക്ഷൻ അവിടെ അവസാനിപ്പിച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് കണക്ഷൻ ഇല്ലാതിരുന്ന ഏതെങ്കിലും ഒരു വ്യക്തി, ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരുന്ന വ്യക്തി, നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ കോളേജ് അല്ലെങ്കിൽ നിങ്ങൾ കുറെ നാൾ മുൻപ് കോളേജിൽ പഠിക്കുമ്പോൾ, സ്കൂളിൽ പഠിക്കുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്, അത്രയും കോണ്ടാക്ട്, അത്രയും നല്ല കമ്പനി ആയിരുന്ന ആളുകളായിരിക്കാം. അവരൊക്കെ വീണ്ടും കണ്ടുമുട്ടാൻ ഒരു സാധ്യത, അല്ലെങ്കിൽ കോണ്ടാക്ട് ഉണ്ടാവാനൊക്കെ ഒരു സാധ്യത കാണുന്നു. അവർ ചിലപ്പോൾ നിങ്ങൾ റീച്ച് ഔട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ കൂടുതൽ ലൈഫിൽ കുറേ കൂടെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ കുറേ കൂടെ ഒരു നിങ്ങളുടെ ഒരു എന്താ പറയാ, നിങ്ങളിലേക്ക് ഈ പറഞ്ഞ പോലെ കുറെ ഫാസ്റ്റ് പീപ്പിൾ ഓക്കെ കണക്റ്റഡ് ആകുന്നതായിട്ട് കാണുന്നു. ഒരു നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഷിഫ്റ്റ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ എനർജിയിൽ ഒരു അപ്ഗ്രേഡ് സംഭവിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ആ മാഗ്നറ്റിക് പുൾ, ഓക്കെ, നിങ്ങളുടെ ചുറ്റുമുള്ള ബാക്കി എനർജീസിന് ഫീൽ ചെയ്യും. നിങ്ങളിലേക്ക് ഒരു കണക്ഷൻ, ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യും. അപ്പൊ അതിന്റെ ഭാഗമാണ് ഈ ഫാസ്റ്റ് പീപ്പിൾ. അതായത് പ്രത്യേകിച്ച് നിങ്ങളുമായിട്ട് ഒരു കണക്ഷൻ കീപ്പ് ചെയ്യാത്ത, ഒരു തരത്തിലും കമ്മ്യൂണിക്കേഷൻ വെക്കാത്ത ആളുകൾ നിങ്ങളിലേക്ക്, നിങ്ങളെ പെട്ടെന്ന് ഔട്ട് ഓഫ് ദ ബ്ലൂ ഒരു ദിവസം നിങ്ങൾ നോക്കുമ്പോൾ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവർ സംസാരിക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ടാവാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, അപ്പം ആരൊക്കെ അടുപ്പിക്കണം, ആരൊക്കെ അടുപ്പിക്കണ്ട എന്നുള്ളത് നിങ്ങളുടെയാണ് ഫൈനൽ ഡിസിഷൻ. ഓക്കെ, കാരണം അവർ എന്തുകൊണ്ടാണ് ആ കണക്ഷൻ അവസാനിച്ചത്, എന്തുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ടായത് എന്നുള്ളത് ആലോചിക്കുക. എന്നിട്ട് ഒരു വൈസ് ഡിസിഷനിലേക്ക് എത്തുക. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ പൊതുവെ കാര്യങ്ങൾ കുറെയൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി നടക്കുന്നത്, ഓക്കെ, അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾക്ക് കുറെ കൂടെ നിങ്ങൾ ഫ്രീ ആയിരിക്കുന്നത് കാണുന്നു. നിങ്ങൾക്ക് കുറെ കൂടെ നല്ല നല്ല എക്സ്പീരിയൻസസ് ഉണ്ടാവാനായിട്ട് ഒരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ കോൺഫിഡന്റ് ആകുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ കുറെ കൂടെ ആക്റ്റീവ് ആയിരിക്കുന്നതായിട്ട് കാണുന്നു, പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുന്നതായിട്ട് കാണുന്നു. മാത്രമല്ല ലൈഫിൽ പ്രത്യേകിച്ച് ചില ഏരിയാസിലൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് സംഭവിക്കുന്നതായിട്ട്, എസ്പെഷ്യലി ഏതെങ്കിലും ഒരു ഏരിയയിൽ നിങ്ങൾ സ്റ്റാഗ്നന്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നെങ്കിൽ ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു ചേഞ്ച്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് എക്സ്പെക്ട് ചെയ്യാം. അതിനും സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം, അത് കാണുന്നു. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളും വളരെ ആക്റ്റീവ് ആയിരിക്കും, നിങ്ങളും വളരെ പ്രൊഡക്റ്റീവ് ആയിരിക്കും, നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിരിക്കും. ഓക്കെ, വളരെ ഒരു ധൈര്യത്തോടെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴുള്ള ചാലഞ്ചസിനെ ഫേസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതനുസരിച്ച് ആക്ഷൻസ് എടുക്കുന്നതായിട്ടൊക്കെ കാണുന്നു. അപ്പൊ ഇതാണ്
ഈ ശ്രീരാമനവമി ഈദ് ഉൽ ഫിത്തറുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു എനർജറ്റിക്കൽ ഷിഫ്റ്റ്. ഓക്കെ, നിങ്ങളുടെ ഓവറോൾ ലൈഫിന്റെ എനർജീനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റീഡ് ചെയ്തിട്ടുള്ളത്. റീഡിംഗ് നിങ്ങൾക്ക് കണക്ട് ചെയ്തു, റെസിനേറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ കമന്റ് സെക്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈദ് ഉൽ ഫിത്തർ ആശംസകളും അതുപോലെ ശ്രീരാമനവമിയുടെ ആശംസകളും അറിയിക്കുന്നു. എല്ലാ നന്മകളും നേരുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. അപ്പൊ നിങ്ങൾ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പൊ നമുക്ക് നോക്കാം, ഈ ശ്രീരാമനവമിയും ഈദ് ഉൽ ഫിത്തറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള എനർജറ്റിക്കൽ ഷിഫ്റ്റ് എന്താണ് എന്നുള്ളത് നോക്കാം. ശ്രീരാമനവമി ഈദ് ഉൽ ഫിത്തറുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 2 പെട്ടിട്ടുള്ള കളക്ടീവ്സിന് ഉണ്ടാകാൻ സാധ്യതയുള്ള എനർജറ്റിക്കൽ ഷിഫ്റ്റ്. ആഹാ, 9 ഓഫ് കപ്സ്, നല്ല സ്റ്റാർട്ട് അല്ലേ? ലോങ് ടേം ബ്ലെസ്സിങ്സ്, കല്യാണമാവാം. ഓക്കെ, ഹയർ ഒഫൻഡിന് അങ്ങനെ ഒരു മീനിങ് ഉണ്ട്. കല്യാണമൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മാരേജ് ഫിക്സ് ആകാൻ ഒരു സാധ്യത, അല്ലെങ്കിൽ നിങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ പോകുന്ന ഒരു അലയൻസ് ഈ ഒരാഴ്ചയിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാം, അങ്ങനൊക്കെ ഒരു സാധ്യത. ഗുഡ് ന്യൂസ്. യെസ്, ഓക്കെ. അപ്പോൾ ഡ്രീംസ് കം ട്രൂ കൈൻഡ് ഓഫ് എനർജി, അതായത് വിഷ് ഫുൾഫിൽമെന്റ്, സ്ട്രോങ് വിഷ് ഫുൾഫിൽമെന്റ് എനർജി എനിക്ക് കിട്ടുന്നു. വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വിഷ് ഫുൾഫിൽമെന്റ് എനർജി. പ്രത്യേകിച്ച് ലോങ് ടേമിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, ഓക്കെ, കാലാകാലം നിലനിൽക്കണം എന്ന് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഇൻക്ലൂഡിങ് അറേഞ്ച് മാരേജ്. ഇപ്പൊ നിങ്ങളൊരു, അതായത് മാരേജ്, ഓക്കെ, അറേഞ്ച് മാരേജ് ഞാൻ പറയുന്നില്ല, മാരേജ്. ഇപ്പൊ നിങ്ങൾ അങ്ങനെ മാരേജ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഫിക്സ് ആകാൻ ഒരു സാധ്യത. ഓക്കെ, ഇപ്പൊ ലവ് മാരേജ് ഒക്കെ ആണെന്ന് വീട്ടിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ നടത്താം, പ്രൊസീഡ് ചെയ്യാം എന്ന് വീട്ടുകാരൊക്കെ തീരുമാനിക്കുക, അങ്ങനെ ഒരു സാധ്യത കാണുന്നു. അതല്ലെങ്കിൽ ഇപ്പൊ അറേഞ്ച് മാരേജ് സിനാരിയോ ആണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ പോകുന്ന അലയൻസ്, പ്രപ്പോസൽ നിങ്ങൾക്ക് ഈ ഒരാഴ്ച നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ആ ഒരു പ്രപ്പോസൽ വരിക, അല്ലെങ്കിൽ ഈ ഒരാഴ്ചയിലുള്ളിൽ ഉണ്ടാവുന്ന പെണ്ണ് കാണാൻ പോകുന്നുണ്ടെങ്കിൽ, പെണ്ണ് കാണുന്നുണ്ടെങ്കിൽ, പെണ്ണ് കാണാൻ നടക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, അത് ഫിക്സ് ആകാനുള്ള സാധ്യത. അങ്ങനെ എന്തായാലും ഒരു വിഷ് ഫുൾഫിൽമെന്റ്, സ്ട്രോങ് വിഷ് ഫുൾഫിൽമെന്റ് എനർജി ഉണ്ട്. പക്ഷെ ഈ വിഷ് ഫുൾഫിൽമെന്റ് ലോങ് ടേം ആണ് എന്ന് കാണുന്നു. ഹയറോഫന്റിന് ആ ഒരു എനർജി പെർമനന്റ് എന്നുള്ള. ഓക്കെ, അപ്പൊ ഈ ഒരു ആഗ്രഹം, നിങ്ങളുടെ ഈ ആഗ്രഹ സബലീകരണം എന്ത് തന്നെയാണെങ്കിലും അത് ലോങ് ടേമിലേക്കുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾക്ക് അതിന്റെ ഒരു സന്തോഷം, ഒരു സംതൃപ്തി നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണുന്നു. പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില നല്ല വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ഈ ഒരു കറന്റ് മൊമെന്റിൽ അത് ഏതൊരു മേഖലയിലുമായി ബന്ധപ്പെട്ടിട്ടാണോ അത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. ഓക്കെ, നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അവിടെ പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കാം, അതൊന്നും ഇല്ല. അപ്പൊ നിങ്ങൾക്ക് അതിൻ്റെതായ കുറച്ച് നിരാശയുള്ളതായിട്ട് കാണുന്നു. പക്ഷെ ആ സ്പെസിഫിക് ഏരിയയിൽ തന്നെയാണ് ഈ ഒരാഴ്ചയിൽ, എസ്പെഷ്യലി ഈ ഒരു ഈദ് ഉൽ ഫിത്തർ ടു ശ്രീരാമനവമിയുടെ ഇടയിലുള്ള സമയം. ഓക്കെ, എസ്പെഷ്യലി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മാർച്ച് എൻഡ് വരെയുള്ള ടൈം, അത് മാക്സിമം അതുവരെയാണ് നമുക്ക് ഈ ഒരു എനർജി നമ്മൾ കണക്കാക്കുന്നുള്ളൂ കേട്ടോ. ആ ഒരു ടൈമിൽ ഈ ഒരു ഗുഡ് ന്യൂസ്, ആ ഒരു സ്പെസിഫിക് ഏരിയയുമായി ബന്ധപ്പെട്ടിട്ട്, ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച വാർത്ത നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ അൺഎക്സ്പെക്ടഡ് ആണ്, ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കുറച്ച് വ്യത്യസ്തമായിരിക്കാം. നിങ്ങൾക്ക് നല്ല കാര്യമാണ്, നിങ്ങൾക്ക് പോസിറ്റീവ് ന്യൂസ് ആയിരിക്കും, അതിൽ കുറച്ചൊരു സർപ്രൈസ് എലമെന്റ് ഉണ്ടാവാം. അപ്പോൾ ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആയിരിക്കുക എന്നുള്ളതാണ് ഈ പ്രിൻസസ് ഓഫ് വാൺസ് എന്നുള്ള അണ്ടർലൈൻ കാർഡ് കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച വാർത്തയാണ് വരുന്നത്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത ആ കാര്യമാണ് സംഭവിക്കുന്നത് എന്ന തിരിച്ചറിവോടെ അതിനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് ആവശ്യപ്പെടുന്നു. Clarify the Four of Swords. Okay. എസ്പെഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാസ്റ്റ് സിറ്റുവേഷൻ, ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് വേദന ഉണ്ടാക്കിയത്, ഇപ്പോൾ ബ്രേക്കപ്പ് ആയിരിക്കാം. ഓക്കെ, റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരു ബ്രേക്കപ്പ് നടന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അത്രമേൽ നിങ്ങളെ വേദനിപ്പിച്ച ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് കാണുന്നു. അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെ, അതിന്റെ നിങ്ങളുടെ കഴിഞ്ഞുപോയ കാലഘട്ടത്തിന്റെയും നിങ്ങളുടെ വരാനിരിക്കുന്ന കാലത്തിന്റെയും ഇടയിലായിട്ട് നിങ്ങൾ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഓക്കെ, കാരണം നിങ്ങൾക്ക് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അതിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ ഈ ഒരാഴ്ചയിൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ, ആ കഴിഞ്ഞുപോയ കാലത്തിനെ നിങ്ങൾ ഉപേക്ഷിക്കുന്നതായിട്ട്, നിങ്ങൾ നാച്ചുറലി
ആ ഒരു എനർജി നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നതായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു മേഖലയിൽ നിങ്ങൾ കുറേം കൂടെ ഒരു പീസ്ഫുൾ എനർജിയിലേക്ക് എത്തുന്നു. ആ ഒരു ഹീലിംഗ് സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അത് വിട്ടുപോവാണ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ അതിനെ നിങ്ങളെ സഹായിക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ ആ ഒരു മേഖലയിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ആ ഒരു പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു മേഖലയിൽ, നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു മേഖലയിൽ ഇപ്പൊ ഒരു അനിശ്ചിതത്വം ആണെങ്കിൽ കുറേ കൂടെ സമാധാനമാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. Empress, clarify the Empress. Okay, clarify the Empress. അതുപോലെ കേൾക്കാൻ ആഗ്രഹിച്ച വാർത്ത എന്നാണ് എനിക്ക് കിട്ടിയത്, എംപ്രസും 3 ഓഫ് കപ്സും. അപ്പൊ ഞാൻ കൺഫർമേഷന് വേണ്ടി നോക്കിയപ്പോൾ പ്രിൻസസ് ഓഫ് കപ്സ്. അഗൈൻ ഗുഡ് ന്യൂസ് എനർജിയാണ്. ഇത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ അത്രമേൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാർത്ത നിങ്ങളെ തേടി വരുന്നുണ്ട്. അത് നിങ്ങളിലേക്ക് വരികയാണ്. എംപ്രസ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്കേ വരുന്നത്, നിങ്ങൾ അത് തേടി പോകുന്നില്ല, നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾക്കത് ആഘോഷിക്കണം എന്ന് തോന്നുന്നുണ്ട്. നിങ്ങളത് മറ്റുള്ളവരെ പങ്കുവെച്ച് ആഹ്ലാദിക്കുന്ന ഒരു എനർജി കാണുന്നു. അപ്പൊ അത് അത്രമേൽ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നിങ്ങൾ അത്രമേൽ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. അതിനൊരു സാധ്യത കാണുന്നുണ്ട്. വളരെ പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരുപാടൊരു സമൃദ്ധി അല്ലെങ്കിൽ ഒരുപാടൊരു പ്രോസ്പെറിറ്റി, ഐശ്വര്യം ഒക്കെ ഈ ഒരു വരുന്ന കമ്മ്യൂണിക്കേഷൻ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ചിലപ്പോൾ ഇമോഷണലി ആയിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു അബണ്ടൻസ് നിങ്ങൾ അനുഭവിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഫൈനാൻഷ്യലി ആയിരിക്കാം. ഈ ഒരു വാർത്ത ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണെന്നും കൂടെ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു റീസ്റ്റാർട്ട് കൊണ്ടുവരുന്നു എന്നും കൂടെ ഞാൻ കേൾക്കുന്നു കേട്ടോ. അതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെ ആയിരിക്കാം ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തുന്നത്. അല്ലെങ്കിൽ ഈ വാർത്ത കൊണ്ടുവരുന്ന ആൾ നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പർ ആകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പർ ആകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. ക്ലാരിഫൈ ദ മജീഷ്യൻ. പ്രോഗ്രസ്. ഓക്കെ, ഒരുപാട് പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ട്. ഒരു സ്റ്റാഗ്നന്റ് എനർജിയിൽ നിന്ന് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുന്നുണ്ട്. അതും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മേഖലയിൽ എസ്പെഷ്യലി നിങ്ങളുടെ ചിലപ്പോൾ കരിയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ലൈഫ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കാം, നിങ്ങൾക്ക് ഒരു സ്റ്റക്ക് എനർജി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കറന്റ്ലി. ആ സ്റ്റക്ക് എനർജിയിൽ നിന്ന് പുറത്ത് കടക്കുന്നതിനായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏത് രീതിയിൽ അതിൽ നിന്ന് പുറത്തു വരണം, എങ്ങനെയായിരിക്കണം അടുത്ത ചാപ്റ്റർ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. നിങ്ങൾ അത് വെച്ചുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്ന് കാണുന്നു. ആ ഒരു ഷിഫ്റ്റ്, ആ രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ച അതേ രീതിയിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഷിഫ്റ്റ് സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നതെല്ലാം വ്യത്യസ്തമായ കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പൊ ഇത് റെസണേറ്റ് ചെയ്യുന്നതിന് മാത്രം സ്വീകരിക്കുക. കണക്ട് ചെയ്യാനായിട്ട്, അതായത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നാച്ചുറലി കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ എടുക്കാം. അല്ലാതെ ഇന്റൻഷനലി കണക്ട് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. ഓക്കെ, അപ്പോ ഈ ഒരു കാര്യം, ഈ ഒരു ചേഞ്ച് വളരെ പോസിറ്റീവ് ആയിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു ലാസ്റ്റ് പറഞ്ഞ ഈ ഒരു ചേഞ്ചിൽ ഒരു യാത്രയും ഒരു റീലൊക്കേഷനും ഒക്കെ ഇൻവോൾവ് ആകാം. നമുക്ക് 8 ഓഫ് വാൻസ് കിട്ടിയത് കൊണ്ട് ഒരു ട്രാവലിംഗ് എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഇത് നിങ്ങൾ ആഗ്രഹിച്ച മാറ്റമാണ്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെയാണ് ഈ മാറ്റം സംഭവിക്കുന്നത്. ഓക്കെ, ഒരു അഗെയിൻ ഈ പറഞ്ഞ പോലെ ഒരു കമ്മ്യൂണിക്കേഷൻ ത്രൂ ആണ് ഈ ഒരു മാറ്റത്തെ കുറിച്ച് നിങ്ങൾ അറിയുന്നത്. നിങ്ങളുടെ ലൈഫിൽ ആ ഫോർവേഡ് മൊമെന്റ് സംഭവിക്കുന്നതിന്റെ ഒരു സൂചന നിങ്ങൾക്ക് ലഭിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ത്രൂ ആണ്. കരിയറിലായിരിക്കാം കേട്ടോ ഇത് ബന്ധപ്പെട്ട്, കരിയർ ഫൈനാൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. പക്ഷെ ഇതിലൂടെ നിങ്ങൾക്ക് ഇമോഷണൽ ഫുൾഫിൽമെന്റ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് എന്താ പറയാ, വൈകാരികമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഒരു സംതൃപ്തിയും ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു കാര്യമായിട്ട് കാണുന്നു. നിങ്ങളുടെ ബിഗ്ഗസ്റ്റ് മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിന്റെ ഒരു അപ്പൊ ഒരുപാട് ഗുഡ് ന്യൂസ് ജനറലി പറയുകയാണെങ്കിൽ കുറെ നല്ല വാർത്തകൾ നിങ്ങളെ തേടിയെത്താനുള്ള സാധ്യത. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കാനായിട്ടുള്ള സാധ്യത, അങ്ങനെ ഒക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഹീലിംഗിന്റെ ഒരു സാധ്യത ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഷിഫ്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഈദ് ഉൽ ഫിത്തറുമായിട്ടും അതുപോലെ തന്നെ ശ്രീരാമനവമിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ഓക്കെ, അപ്പൊ പ്രത്യേകിച്ച് ഈ ഒരു ആഴ്ച കുറച്ചൊരു ഡിലേ വരികയാണെങ്കിൽ തന്നെ 31st, മാക്സിമം 31st ഉള്ളിൽ. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ടൈമിലാണ് സംഭവിക്കുക. എസ്പെഷ്യലി നിങ്ങൾ ഇങ്ങനെ വ്രതമൊക്കെ എടുത്തിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അതിനുള്ളൊരു സാധ്യത, അത്രയും ഡെഡിക്കേഷനോട് കൂടെ നിങ്ങൾ ആ ഫാസ്റ്റിങ്ങും ഒക്കെ ഈദ് ഉൽ ഫിത്തറുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതും. ഓക്കെ, എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആഗ്രഹവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആ ഒരു ഇന്റൻഷൻ വെച്ചുകൊണ്ട് നിങ്ങൾ അങ്ങനെ വ്രതം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധ്യമാണ്. നിങ്ങൾ അങ്ങനെ വ്രതം എടുത്തിട്ടുണ്ടെങ്കിൽ
അത് ഈ പറഞ്ഞ പോലെ നടക്കാൻ എത്രയും പെട്ടെന്ന് തന്നെ അതിൽ ഒരു എന്താ പറയുക ഫോർവേഡ് മൂവ്മെന്റ് ഉണ്ടാവാന്ന് പറയില്ലേ, അതാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ വളരെ നല്ല ഒരു എനർജിയാണ് ഞാൻ നിങ്ങൾക്ക് കാണുന്നത്. ഇതാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു എനർജറ്റിക്കൽ ഷിഫ്റ്റ്. റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ശ്രീരാമനവമി ആശംസകളും ഈദ് ഉൽ ഫിത്തർ ആശംസകളും അറിയിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ നന്മകളും നേരാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നിങ്ങൾ തമ്മിലത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പൊ നമുക്ക് നോക്കാം. ഈ ശ്രീരാമനവമി ഈദ് ഉൽ ഫിത്തറുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള എനർജറ്റിക്കൽ ഷിഫ്റ്റ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. Clarify the Knight of Pentacles. നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ടോ നിങ്ങൾ അത് ഉയർത്തിക്കൊണ്ട് വരണം. നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ട്, ഓക്കെ, ആ ഒരു അപ്ലിഫ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു അപ്ഗ്രേഡ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് കാണുന്നു. അതിനുവേണ്ടി നിങ്ങൾ കുറെ നാളുകളായിട്ട്, കുറെ കാലങ്ങളായിട്ട് കേട്ടോ, കാരണം നമുക്ക് നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ വർഷങ്ങളായിട്ട് നിങ്ങൾ അതിനുവേണ്ടി അധ്വാനിക്കുന്നുണ്ടായിരിക്കാം. ആ അധ്വാനത്തിന്റെ ഫലം നിങ്ങൾക്ക് ഈ ഒരു ആഴ്ച തൊട്ട് കണ്ടു തുടങ്ങുന്നതാണ്. ഓക്കെ, അത് പറഞ്ഞപ്പോൾ ഞാൻ കണ്ട സമയമാണ് 2121. എക്സ്ട്രാ കൺഫർമേഷൻ ആണ്. അപ്പോൾ എസ്പെഷ്യലി ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ഇപ്പൊ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു സംരംഭമാണ്, നിങ്ങളുടെ സൈഡ് ഹസിൽ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ തന്നെ ആയിരിക്കാം, നിങ്ങൾ ആ ഒരു അപ്ഗ്രേഡ് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ വളരെ ഡിസിപ്ലിൻ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ എടുത്തിട്ടുള്ള എഫേർട്ട്, നിങ്ങളുടെ ഹാർഡ് വർക്ക്, അതിന്റെ ഫലം നിങ്ങൾക്ക് ഈ ഒരാഴ്ച തൊട്ട് അനുഭവിക്കാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ ഒരു ഷിഫ്റ്റ് ഞാൻ കാണുന്നു. ഓക്കെ, സാമ്പത്തിക സ്ഥിതിയിൽ ഒരു ഉയർച്ച ഉണ്ടാവുക, ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരിക, അങ്ങനെ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കുറെ കൂടെ നിങ്ങൾ ലൈഫ് എൻജോയ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ക്ലാരിഫൈ ദ ടെൻ ഓഫ് പെന്റക്കിൾസ്. ഓക്കെ, എസ്പെഷ്യലി ഇനി നിങ്ങളൊരു കണക്ഷൻ റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സീരിയസ് കമ്മിറ്റ്മെന്റിലേക്ക്, ഒരു എന്താ പറയേണ്ട, ഒരു മാരേജിലേക്ക്, ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റിലേക്ക് ഷിഫ്റ്റ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പ്രപ്പോസൽ ഒക്കെ ഉണ്ടാവാൻ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രപ്പോസ് ചെയ്യാൻ അവസരം കിട്ടുന്നതിന്റെ ഒരു സാധ്യത കാണുന്നു, അല്ലെങ്കിൽ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ ഒരു സാധ്യത കാണുന്നു. ഇനി അറേഞ്ച് മാരേജ് സിനാരിയോ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അത്രമേൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്രപ്പോസൽ, ഓക്കെ, ഒരു അലയൻസ് നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ആ ഒരു നെക്സ്റ്റ് ലെവൽ, ഹയർ ലെവൽ, ജസ്റ്റ് നെക്സ്റ്റ് ലെവൽ എന്നല്ല, ഒരു മാരേജ്, ഫാമിലി, അങ്ങനെ ആ ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിൽ ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അണ്ടർലൈങ് എനർജി ഏസ് ഓഫ് കപ്സ് ആണ്. അപ്പൊ ഒരു ബ്രാൻഡ് ന്യൂ ബിഗിനിങ്, ലവ് ലൈഫിലെ ഒരു ബ്രാൻഡ് ന്യൂ ബിഗിനിങ്, അഗെയിൻ ഈ പറഞ്ഞ പോലെ മാരേജ്, സ്ട്രോങ് മാരേജ് എനർജി കിട്ടുന്നുണ്ട്. അത് ലവ് ലൈഫ്, അതായത് ലവ് റിലേഷൻഷിപ്പിൽ നിന്ന് മാരേജിലേക്ക് എത്തുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നിങ്ങൾ മാരേജ് അലയൻസസ് നോക്കുന്നുണ്ടെങ്കിൽ ഫൈനലി നിങ്ങളുടെ ആ പേഴ്സൺ, അവരെ കണ്ടെത്താണ്, നിങ്ങളുമായിട്ട് പെർഫെക്റ്റ്ലി അലൈൻഡ് ആയിട്ടുള്ള ആ ഒരു വ്യക്തിനെ നിങ്ങൾ കണ്ടെത്തുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ അതൊരു മാരേജിലേക്ക് പ്രൊസീഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. Clarify the King of Cups. ഓക്കെ, നിങ്ങൾ കുറേം കൂടെ വളരെ കോൺഫിഡന്റ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇമോഷണൽ ലോജിക്കൽ സൈഡ് പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ആകുന്നതായിട്ട് കാണുന്നു. പിന്നെ കുറേം കൂടെ നിങ്ങൾക്കൊരു നിങ്ങളുടെ ലൈഫ് കുറേം കൂടെ ഓർഗനൈസ്ഡ് ആകുന്നതായിട്ട് കാണുന്നു. കുറേം കൂടെ ഡിസിപ്ലിൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങൾ കുറേം കൂടെ ഫോക്കസ്ഡ് ആകുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗോൾസ്, എന്തെങ്കിലും നിങ്ങളുടെ ഡ്രീംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നു. ഇപ്പൊ നിങ്ങൾ വളരെയധികം ഡിസ്ട്രാക്റ്റഡ് ആണെങ്കിൽ അതൊക്കെ മാറി ലൈഫിൽ ഒരു അടുക്കും ചിട്ടയൊക്കെ വരിക, ഒരു ഡിസിപ്ലിൻ ഒക്കെ വരിക, പ്രോപ്പർ റുട്ടീൻ ഒക്കെ ഉണ്ടാവുക. ഓക്കെ, ആ ഒരു ചേഞ്ച് സംഭവിക്കുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ വെൽ ബാലൻസ്ഡ്, ഒരു ഹാർമോണിയസ് എനർജിയിലേക്ക് എത്താണ്. ഓക്കെ, ഇമോഷണലി നിങ്ങൾ വളരെയധികം ഒരു ഫ്ലക്ച്വേഷൻസ് ഒന്നും അനുഭവിക്കാതിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട്. കുറേം കൂടെ നിങ്ങൾ ഒരു ഗ്രൗണ്ടഡ് എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ, എന്താഗ്രഹമാണോ ഉള്ളത് അത് പെട്ടെന്ന് തന്നെ പെർഫെക്റ്റ്ലി സക്സസ്ഫുള്ളി മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. ഓക്കെ,
ഓക്കെ, അപ്പൊ നിങ്ങൾ അത്രമേൽ നിങ്ങളുടെ ഒരു ഹാർഡ് വർക്ക് ചെയ്തതിന്റെ, വീണ്ടും പറയുന്നു, നിങ്ങളൊരു ഹാർഡ് വർക്ക് ചെയ്ത ഒരു എനർജി കാണുന്നത്, നിങ്ങൾക്ക് ഡിസേർവിംഗ് ആണ് എന്ന് അത്രമേൽ വിശ്വാസമുള്ള നിങ്ങളുടെ ഒരു ലക്ഷ്യം, അതിനായിട്ട് നിങ്ങൾ ഒരുപാട് നാളായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതിന് നിങ്ങൾ ആഗ്രഹിച്ച റിസൾട്ട് ഇല്ലാഞ്ഞിട്ട് പോലും നിങ്ങളുടെ ഹാർഡ് വർക്കിലോ നിങ്ങളുടെ ഡെഡിക്കേഷനിലോ നിങ്ങൾ ഒരു കുറവും പറ്റിയിട്ടില്ല. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ അത്രയും പേഷ്യന്റ് ആയിട്ട്, നിങ്ങൾ ഒരു തരത്തിലുള്ള ഒരു എന്താ പറയാ ധൃതി വെക്കാതെ, അക്ഷമരാകാതെ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നു. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് മേഖലയിലാണോ ഈ പറഞ്ഞ എനർജിയിൽ നിങ്ങൾ ആയിരിക്കുന്നത്, നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് ആ മേഖലയിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളെ ആ ഒരു മേഖലയിൽ അടുത്ത ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. ഒരുപാട് ആഘോഷങ്ങളും ഒരുപാട് വിജയങ്ങളും നേട്ടങ്ങളും ഒക്കെയുള്ള, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന, ഒരുപാട് പുരോഗതിയും വളർച്ചയുമുള്ള ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ അതിന്റെ ഭാഗമായിട്ട് കടക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു വെയിറ്റിംഗ് പീരീഡ് അല്ലെങ്കിൽ ഈ ഒരു ഹാർഡ് വർക്കിംഗ് ടൈം അവസാനിക്കുകയാണ്. ഇനിയത്തെ ഫേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്ര നാളും വർക്ക് ചെയ്തതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുക. ഓക്കെ, ആ റിവാർഡ് റീപ്പ് ചെയ്യുക, ഹാർവെസ്റ്റിംഗ് ടൈം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത്രയും നാളും നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നതിന്റെ ഫലം അനുഭവിക്കാനുള്ളതാണ് ഇനിയത്തെ ഘട്ടം. ഓക്കെ, വളരെ ഫേവറബിൾ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഡിസേർവിംഗ് ആയ രീതിയിൽ ഉള്ള സക്സസ്, ഓക്കെ, അതുപോലെ തന്നെ അച്ചീവ്മെന്റ്സ്, അക്കംപ്ലിഷ്മെന്റ്സ് നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് കാണുന്നു. ഓപ്പർച്യൂണിറ്റീസ്, ഇനിയും മുന്നോട്ട് വളരുന്നതിന് വേണ്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് നിങ്ങൾ അത്രമേൽ ആഗ്രഹിച്ചതാണ്. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹം തന്നെയാണ് സബലീകരിക്കപ്പെടുന്നത്. പക്ഷെ അത് നിങ്ങൾ വെറുതെ ആഗ്രഹിച്ചിരിക്കല്ല ചെയ്ത്, നിങ്ങൾ അതിനുവേണ്ടി നല്ലോണം അധ്വാനിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമാണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നത്. അപ്പൊ ജനറലി നമുക്ക് കാണുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ, എനർജറ്റിക്കൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് സ്ട്രഗിൾസ് ആണ്. ഓക്കെ, കാത്തിരുന്നതിന്റെയും ഒക്കെ അവസാനമാണ്. നമുക്ക് എഗെയിൻ ഏസ് ഓഫ് സൂട്ട്സ് കിട്ടി, വിച്ച് ടോക്സ് അബൌട്ട് ബ്രാൻഡ് ന്യൂ ബിഗിനിങ്, സക്സസ്, വിക്ടറി. ഓക്കെ, അപ്പോ അവിടെ എന്താ ഉണ്ടാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിഫ്റ്റ്, നിങ്ങളുടെ ലൈഫിന് കാര്യമായൊരു ഷിഫ്റ്റ് ആണ് സംഭവിക്കുന്നത്. ചിലർക്ക് ഈ ഒരാഴ്ചക്കുള്ളിൽ ടവർ മൊമെന്റ് പോലെ ആയിരിക്കും, അതായത് സഡൻ ഷിഫ്റ്റ് ആണ് ഉണ്ടാവുന്നത്. പോസിറ്റീവ് ആയിട്ടാണെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഷിഫ്റ്റ്. ഓക്കെ, നിങ്ങളുടെ കൺട്രോളിൽ നിന്നും മാറി നിൽക്കുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള മാറ്റങ്ങൾ, പക്ഷെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ, അതാണ് സംഭവിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രഗിൾസ്, ഇപ്പോൾ നിങ്ങൾക്കുള്ള ഒബ്സ്റ്റക്കിൾസ്, ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് ഇപ്പോൾ ആയിരിക്കുന്നത്, അത് അവസാനിക്കുന്നു. ഓക്കെ, ഇനി അങ്ങോട്ട് നിങ്ങൾ ഇത്രയും നാളെടുത്ത ഹാർഡ് വർക്കിന്റെ, നിങ്ങൾ കടന്നു വന്ന ചാലഞ്ചസിനും ഒക്കെ പകരമായിട്ട് യൂണിവേഴ്സ് നൽകുന്ന റിവാർഡ്സ് എൻജോയ് ചെയ്യാനുള്ള സമയമാണ്. അപ്പൊ അത് എൻജോയ് ചെയ്യാം, അത് മാത്രമേ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ. എൻജോയ് ചെയ്യുക, യൂണിവേഴ്സിനോട് നന്ദി പറയാം. ഓക്കെ, അതാണ് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്. അപ്പൊ വളരെ നല്ലൊരു ഷിഫ്റ്റ് ആണ് ഞങ്ങൾക്ക് കാണുന്നത്. അപ്പൊ ഇതാണ് നിങ്ങളുടെ ശ്രീരാമനവമിയും ഈദ് ഉൽ ഫിത്തറുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ സാധ്യതയുള്ള എനർജറ്റിക്കൽ ഷിഫ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈദ് ഉൽ ഫിത്തർ ആശംസകൾ നേരുന്നു. അതുപോലെ തന്നെ ശ്രീരാമനവമി ആശംസകൾ നേരാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ഈശ്വരൻ സബലീകരിച്ച് തരട്ടെ കേട്ടോ. എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.